ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായരെ സത്യഭാമ തടയുമ്പോൾ രാഘവൻ നായരോട് സത്യഭാമ അറിയിച്ചു, നമുക്ക് നിയമത്തിന്റെ വഴി തന്നെ പോകാം രാഘവേട്ട. ആ സമയത്ത് രോഹിത് പറഞ്ഞു, സത്യാമ്മയെ വിഷ്ണുപ്രിയയുടെ മാത്രം കാര്യമല്ല, നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ്. എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ചിട്ടിക്കമ്മയിലും നമ്മുടെ ഹോട്ടലിലും അങ്ങനെ നമ്മുടെ പണമിടപാട് സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ്. എല്ലായിടത്തും ഒരുപോലെ ഇങ്ങനെ റെയ്ഡ് സംഭവിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ ആരായിരിക്കും മനസ്സിലാവുന്നില്ലല്ലോ സത്യാമ്മേ എന്ന് ആശങ്കയുടെ രോഹിത് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, ഇതിനു പിന്നിൽ ആരാണെന്ന്. അവളാണ് ആ സുസ്മിത എന്ന് സത്യഭാമ അറിയിച്ചു. ഇപ്പൊ നമുക്ക് അവളോട് എതിരിടാൻ കഴിയുകയില്ലല്ലോ. അവളുടെ 6 വർഷത്തെ നമ്മളോടുള്ള പക അവൾ ഇപ്പോൾ പക പോക്കുകയാണ്. അത് നമുക്കിപ്പോൾ അവളെ ചെറുത്ത് നിൽക്കാൻ കഴിയില്ല. കാരണം അവളിപ്പോ സ്ഥലം മേയറാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല അവളോട് എതിരിടാൻ. നമ്മുടെ പക്ഷത്ത് അവളെ ചെറുത്ത് നിൽക്കാൻ പറ്റിയ ആളുകൾ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തൽക്കാലം അവളോട് ഏറ്റുമുട്ടി തല കൊയ്ത് കളയുന്നതിനേക്കാൾ ഭേദം തൽക്കാലം തലകുനിച്ച് സാവകാശത്തിൽ അവളോട് നേരിടുന്നതാണ് ഭേദം. ഇപ്പോ നമ്മുടെ പക്ഷത്ത് അവൾക്കെതിരാൻ പറ്റിയ ആരും തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് ഇനി നിയമം തന്നെ നമുക്കും ഏതെങ്കിലും വിധേന നിയമത്തിന്റെ പക്ഷത്ത് നിന്ന് എന്തെങ്കിലും ആനുകൂല്യമോ ഏതെങ്കിലും വിധേന നമ്മുടെ നീതിക്ക് നിരക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്തുണ്ട് എന്ന് മനസ്സിലാക്കി നിയമത്തിന്റെ വഴിയിൽ നേടിയെടുക്കാമെന്ന് മാത്രമേ ഇനി പറയാനാവൂ. അല്ലാതെ നമുക്കിനി അവളോട് എതിരിടാൻ കഴിയില്ല എന്ന് പറഞ്ഞു സത്യഭാമ ആകെ വിഷമത്തോടെ അവിടെ നിന്ന് പോകുമ്പോ രാഘവൻ നായർ അവിടെ ഇരിക്കുന്ന ആ കുടുംബ ചിത്രത്തിൽ മുഖം മറച്ചു വെച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ തന്നെ നോക്കി രാഘവൻ നായർ വേദനയോടെ ഇരിക്കുന്നു. അപ്പോഴാണ് ശാലിനിയുടെ അരികിലേക്ക് അപ്രതീക്ഷിതമായി രാജീവ് സാറ് വന്നെത്തിയത്. രാജീവ് സാറിനോട് ശാലിനി ചോദിച്ചു, രാജീവ് സാറിനെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല, അത് മാത്രമല്ല സാറിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതുമില്ല എന്ന് പറഞ്ഞു. ഉടനെ രാജീവ് സാറ് പറഞ്ഞു, അത് ശരിയാണ് ശാലിനി, 6 വർഷത്തെ മാറ്റമുണ്ടല്ലോ, അത് അത്ര പെട്ടെന്നൊന്നും മായ്ച്ചു കളയാൻ കഴിയുന്നതല്ലോ എന്ന് രാജീവ് സാർ ശാലിനിയോട് അറിയിച്ചു. ഞാൻ എൻ്റെ പഴയ കാല കഥകളെല്ലാം ഞാൻ മറന്ന് തുടങ്ങിയിരിക്കുകയായിരുന്നു എന്ന് ശാലിനി അറിയിച്ചതും രാജീവ് സാറ് പറഞ്ഞു, എനിക്കറിയാം ശാലിനി ഇപ്പോ ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്തെ പറ്റിക്കാനായി ശ്രമിക്കുകയാണെന്നും, എന്നാൽ പഴയ കഥാപാത്രങ്ങളെയെല്ലാം മറന്ന് പുതിയൊരു കഥാപാത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നും കഴിഞ്ഞ ദിവസം കുറുപ്പ് സാറിനോട് ശാലിനി പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. എന്നാൽ ആ പഴയ കഥാപാത്രങ്ങൾക്ക് അതിൽ നിന്ന് പോയ കഥാപാത്രം പുതിയൊരു ജീവിതം നയിക്കുന്നുണ്ടെങ്കിലും ആ കഥാപാത്രത്തെ കുറിച്ച് മറ്റു കഥാപാത്രങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുകയില്ലേ ശാലിനി എന്ന് ചോദിച്ചു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, രാജീവ് സാർ, ഞാൻ എൻ്റെ ആ പഴയ കഥ മറന്നു കഴിഞ്ഞിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഒരു കഥാപാത്രം ഒടുവിൽ എന്നെ തേടി വന്നു, കുറുപ്പ് സാറ്. ഇനി രാജീവ് സാറും എന്നെ പിന്നാലെ അല്ലെങ്കിൽ രാജീവ് സാറിനെ പോലെ മറ്റു കഥാപാത്രങ്ങൾ എന്റെ അരികിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ രാജീവ് സാറ് പറഞ്ഞു, എന്തായാലും ശാലിനിക്ക് അങ്ങനെ പെട്ടെന്ന് ആ പഴയ കഥാപാത്രങ്ങളെ ഉപേക്ഷിച്ച് പോകാനാകുമോ? ഞങ്ങൾക്ക് എനിക്കും ശാരിയയ്ക്കും ഇപ്പൊ ആകെ കോണ്ടാക്ട് ഉള്ളത് ശ്യാമ മാത്രമാണ്. ശ്യാമയ്ക്കും അറിയത്തില്ല ഇപ്പൊ ശാരദാമ്മയും അച്ഛനും എവിടെയാണെന്ന്. ശാലിനി പോയതിനു ശേഷം അവരെ കുറിച്ചും യാതൊരു വിവരവുമില്ല. ശ്യാമയ്ക്ക് പോലും അവരെ അറിയില്ല എന്ന് പറഞ്ഞതും ഉടനെ രാജു സാർ ചോദിച്ചു, അവരെവിടെയാണ്, ശാലിനിക്ക് എന്തെങ്കിലും അറിയുമോ? ഉടനെ ശാലിനി പറഞ്ഞു, അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ട് എന്ന് മാത്രം ശാലിനി മറുപടി നൽകി. അവരെവിടെയാണ് ശാലിനി എന്ന് ചോദിച്ചതും അറിയില്ല എന്ന് ശാലിനി മറുപടി നൽകി. അല്ല, ശാരദാമ്മയെ ശാലിനി കാണാറുണ്ടോ? എന്നാണ് ശാരദാമ്മയെ ശാലിനി കണ്ടത് എന്ന് ചോദിച്ചതും 6 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും ഗ്യാപ്പോ എന്ന് രാജു സാർ അതിശയത്തോടെ ചോദിച്ചതും ശാലിനി പറഞ്ഞു, അതെ, അത് ഒരു വ്രതമാണെന്ന് കരുതിക്കോ. അല്ല, അവരിനി മടങ്ങി നാട്ടിലേക്ക് വരില്ലേ ശാലിനി എന്ന് ചോദിച്ചതും ഉടനെ അവരിപ്പോഴും ഒരുമിച്ചാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഇപ്പോഴും ആ ഒരു ആശങ്ക ഉള്ളത് കൊണ്ടും അതേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടും തന്നെ എന്ന് ശാലിനി മറുപടി നൽകിയതും ഉടനെ രാജീവ് സാർ ചോദിച്ചു, അപ്പോ ശാലിനി ഒരു തിരിച്ചുവരവില്ലേ? ഉടനെ ശാലിനി പറഞ്ഞു, ഞാൻ എന്തെങ്കിലും നാട്ടിലേക്ക് മടങ്ങിയെത്തിയാൽ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും മടങ്ങിയെത്തും. ഉടനെ ശാലിനി പറഞ്ഞു, അങ്ങനെ ഒരു തിരിച്ചുവരവ് ഉടനെ ഉണ്ടാവുകയില്ല എന്ന് ശാലിനി അറിയിക്കുമ്പോൾ രാജു സാർ ചോദിച്ചു, ശാലിനി, പഴയ കഥാപാത്രങ്ങൾ അതായത് മറ്റു കഥാപാത്രങ്ങളെ കുറിച്ച് ശാലിനിക്ക് അറിയാൻ താല്പര്യമില്ലെങ്കിലും വിഷ്ണു ഇപ്പോ ജയിലിലാണ്, അതറിയണ്ടേ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, രാജീവ് സാർ, മറ്റെന്തെങ്കിലും സാറിന് പറയുവാനുണ്ടോ എന്ന് ചോദിച്ചതും രാജീവ് പറഞ്ഞു, ശരി, എനിക്ക് ഒരു യൂറോപ്യൻ ട്രിപ്പ് ഉണ്ട് അടുത്ത ദിവസം തന്നെ, അപ്പോ ഞാൻ ഇറങ്ങുവാം. പിന്നെ ശാലിനി ഇപ്പൊ പറഞ്ഞല്ലോ മറ്റു കഥാപാത്രങ്ങള് ശാലിനിയെ തേടി വരാതിരിക്കട്ടെ എന്ന്. എന്നാൽ ശാലിനി കരുതുന്ന പോലെ ദൈവത്തിന് മാത്രമല്ല ഇത് സാധിക്കുന്നത്. ശാലിനി പോന്ന ആ കഥയിലെ ഏതെങ്കിലും ഒരു കഥാപാത്രം ചിലപ്പോൾ തീരുമാനിച്ചാൽ ശാലിനിയെ വീണ്ടും ആ കഥയിലേക്ക് തിരിച്ചു കൊണ്ടുചെല്ലാനാകും. ആ കഥാപാത്രങ്ങൾ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ മാത്രം മതി
ആ കഥാപാത്രം കൂടി തീരുമാനിക്കണം എന്ന് മാത്രം എന്ന് പറഞ്ഞ് ശാലിനിയെ ഒന്നുകൂടി രാജീവ് ഒരു സൂചന നൽകിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ശാലിനി അപ്പോഴേക്കും തന്നോട് രാജീവ് സാറ് പറഞ്ഞ വിഷ്ണുവിന്റെ കാര്യം കേട്ട് വിഷ്ണു ജയിലിലാണെന്ന് അറിഞ്ഞതോടെ ശാലിനി ആകെ നിരാശയിൽ അങ്ങനെ ഇരുന്നു. ആ സമയത്ത് വിഷ്ണു ശാലിനിയെ കുറിച്ച് ആലോചിച്ച് ജയിലിനുള്ളിൽ കഴിയുമ്പോൾ എന്താണ് ഇനി അടുത്ത നീക്കമെന്നും ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നും അറിയാതെ ശാലിനി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കരിമൊഴിയെ വിളിക്കുന്നു. കരിമൊഴി അരികിലേക്ക് എത്തി വേണം എന്ന് ചോദിച്ചതും ആ ഫാക്സ് ഒന്ന് ചെക്ക് ചെയ്യൂ എന്ന് ശാലിനി ആ കനിമൊഴിയോട് അറിയിച്ചു. ഉടനെ തന്നെ പിയ ശരി മേഡം എന്ന് പറഞ്ഞ് വേഗം മുകളിലേക്ക് പോയി. ഈ സമയത്ത് എങ്ങനെ വിഷ്ണുവിനെ പുറത്തിറക്കുമെന്നുള്ള ആശങ്കയിലായിരുന്നു സത്യഭാമ. ഉടനെ സത്യഭാമ തനിക്കറിയാവുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും മാറി മാറി കോണ്ടാക്ട് ചെയ്യാനായി ശ്രമിക്കുന്നു. പലരെയും വിളിച്ച് അവരുടെ കോള് കണക്ട് ആകാതാവുകയും അവസാനം DGP സാറിന്റെ കോള് കണക്ട് ആയതോടെ കുറുപ്പും വേഗം തന്നെ പിള്ള പറഞ്ഞു, ഞാൻ സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് സത്യാമ്മയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുത്തതും ഉടനെ സത്യഭാമ കോൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അയാളുടെ ശബ്ദം നിലച്ചു കഴിഞ്ഞു. എതിർപക്ഷത്ത് നിന്ന് യാതൊരു മറുപടിയും കേൾക്കാതായതോടെ സത്യഭാമ പറഞ്ഞു, എടോ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞതും വീണ്ടും എന്നാ ഞാൻ ഒന്നുകൂടി നോക്കട്ടെ സത്യാമ്മേ എന്ന് പറഞ്ഞ് പിള്ള വീണ്ടും അതിലേക്ക് ഫോൺ വീണ്ടും വിളിക്കാൻ ശ്രമിക്കുമ്പോൾ പിള്ളാച്ചൻ കോളിൽ ശ്രമിച്ചതുടനെ ആ നമ്പർ നിലവിലില്ല, ഇപ്പോൾ ബിസി ആണെന്നുമായിട്ടുള്ള മറുപടി കേൾക്കാനിടയിൽ. അത് കേട്ടതോടെ ഉടനെ അവരുടെ ലാൻഡ് ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് പിള്ളേ എന്ന് സത്യഭാമ അറിയിച്ചു. ഉടനെ അദ്ദേഹത്തിന്റെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ടും കോൾ ഒരാൾ എടുത്തു. ഉടനെ സത്യാമ്മ എടുത്തു കേട്ടോ എന്ന് പറഞ്ഞു. ഹലോ സത്യാമ്മയുടെ വീട്ടിൽ നിന്നാ എന്ന് പിള്ള മറുപടി നൽകിയത് ഉടനെ അയാൾ കോള് കട്ടാക്കുന്നു. ഉടനെ സത്യാമ്മ ആകെ നിരാശയിലായി. രാഘവൻ നായരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഒന്നുകൂടെ വിളിച്ചു നോക്കാം സത്യാമ്മ എന്ന് പറഞ്ഞിട്ടും ഉടനെ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ ഇപ്പൊ കണ്ടില്ലേ, ഫോൺ സ്വിച്ച് ഓഫ് ആയതല്ല ആക്കുന്നതാണെന്നും ഫോൺ കട്ടാക്കുന്നതാണെന്നും ഭാമേ എത്ര പേരെയായി ഇതിനോടകം വിളിച്ചിരിക്കുന്നു, ആരെങ്കിലും നമുക്ക് അനുകൂലമായിട്ടൊരു മറുപടിയോ ഒരു വാക്കോ പറഞ്ഞോ എന്ന് ചോദിച്ചതും സത്യഭാമ ആകെ ദേഷ്യത്തിലായി. എത്രയെത്ര ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, അവരെ എല്ലാവരെയും ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ അകമഴിഞ്ഞ് സഹായിച്ചിരുന്നു. എത്ര കെട്ട് നോട്ടുകളാണ് ഓരോന്നിനും നമ്മൾ പങ്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് സത്യാമ്മയെ അവരോരോരുത്തരും മാറി മാറി എല്ലാ ഫംഗ്ഷനും വിളിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഉടനെ പിള്ള പറഞ്ഞു, അല്ല സത്യാമ്മയെ നമുക്ക് മാത്യു ഫ്രാൻസിസിനെ ഒന്ന് വിളിച്ചാലോ എന്ന് ചോദിച്ചതും ഉടനെ രാഘവൻ നായർ പറഞ്ഞു, അയാൾ കഴിഞ്ഞ ആഴ്ച റിട്ടയർ ആയില്ലേ. അത് കേട്ടതും പിള്ളാച്ചൻ അറിയിച്ചു, അല്ല സാറേ നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ, അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുമല്ലോ ഉയർന്ന പദവിയിൽ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലോ ചന്ദ്രബോസിനേക്കാളും ഉയർന്ന പദവിയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചതും ഉടനെ രാഘവൻ നായർ പറഞ്ഞു, എന്റെ പിള്ളേ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവരെല്ലാവരും അയാളുടെ വാക്ക് കേൾക്കണമെന്നുണ്ടോ? അത് മാത്രമല്ല ഇപ്പൊ തന്നെ ഈ വിളിച്ച ആ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ താൻ പറഞ്ഞതുപോലെയുള്ള ആ ഉന്നത പദവിയിൽ ഇരിക്കുന്നവരല്ലേ. അവരുടെ ആരെങ്കിലും അനുകൂലമായിട്ടുള്ളൊരു മറുപടിയോ ഒരു ആശ്വാസവാക്കോ നമുക്ക് നേരെ പറഞ്ഞോ? ഇല്ലല്ലോ. എന്തായാലും ഇപ്പോ റിട്ടയർ ആയ അയാൾക്ക് അതേ വില തന്നെയായിരിക്കും. സത്യത്തിൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ ആയതിനു ശേഷം ആ പഴയ ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും യാതൊരു ബഹുമാനവും നൽകാതെ അവരോട് പെരുമാറുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലുള്ള പോലീസുകാർ തന്നെയാണോ? അക്കാര്യം താൻ മറക്കണ്ട എന്ന് രാഘവൻ നായർ ഓർമ്മിപ്പിച്ചു. അപ്പോഴേക്കും സത്യഭാമാകെ വിഷമത്തോടെ പറഞ്ഞു, രാഘവേട്ട എത്ര എണ്ണത്തിന് നമ്മൾ കാശ് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ ഷഷ്ടിപൂർത്തിയെന്നും മക്കളുടെ പിറന്നാളെന്നും അതുപോലെ അവരുടെ വിവാഹ വാർഷികമെന്നും ഒക്കെ പറഞ്ഞ് അതുപോലെ തന്നെ അടിയന്തരം അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾക്ക് പണം കൊടുത്ത് നമ്മൾക്ക് അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അവരെല്ലാവരും നമ്മളെ കാത്തിരുന്ന് വിളിക്കും. സത്യാമ്മയുടെ ആശീർവാദവും സാന്നിധ്യം ഉണ്ടാകണമെന്നതായിരുന്നു എല്ലാവർക്കും നിർബന്ധം. കാരണം എന്താ, അങ്ങനെ സത്യാമ്മ അവിടെ ഒന്ന് ചെന്നില്ലെങ്കിൽ പോലും സത്യാമ്മയുടെ ഒരു മേൽനോട്ടം ഉണ്ടായാൽ പിന്നെ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചെലവില്ലാതെ എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാവല്ലോ. നന്ദിയില്ലാത്ത കൂട്ടങ്ങള് എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെട്ടങ്ങനെ ഇരിക്കുമ്പോ പിള്ളേച്ചൻ പറഞ്ഞു, സത്യാമ്മേ ഇനിയിപ്പോ നമുക്ക് എന്താ ഒരു പോംവഴി? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് മാത്രം എന്റെ ബുദ്ധിയിൽ തോന്നിയത് എന്ന് പറഞ്ഞപ്പോ ഉടനെ രാഘവൻ നായർ പറഞ്ഞു, താൻ പറയടോ പിള്ളേ, എന്തായാലും പറ. ഉടനെ പിള്ളാച്ചൻ പറഞ്ഞു, അതെ ഇപ്പോ ആ സുസ്മിതയോട് നമുക്ക് ഒന്ന് സന്ധി സംഭാഷണത്തിന് ഒന്ന് രമ്യതയിൽ ഒന്ന് സംസാരിച്ചാലോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ ദേഷ്യപ്പെട്ടു. പിള്ളേ താൻ എന്താണോ താൻ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും അല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ സത്യാമ്മേ എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു, പിള്ളേ ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, ഇനി വലിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായി ഈ സത്യഭാമയുടെ വീട് മണ്ണിനടിയിൽ പോയാലും ശരി, ഇനി അതല്ല ഈ കുടുംബം ഒന്നാകെ
മഴവെള്ളപ്പാച്ചിൽ ഒഴിച്ചു പോയാലും ശരി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്ര കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയാലും ശരി, സുസ്മിതയുടെ മുന്നിൽ ഒരു കാരണവശാലും ഒന്നിനും വേണ്ടി ഈ സത്യഭാമ തല കുമ്പിടാൻ പോകുന്നില്ല. നീ അത് എത്രയൊക്കെ തിരിച്ചടികൾ സംഭവിച്ചാലും ഞാൻ അതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് സത്യഭാമ പറയുമ്പോ ആകെ വിഷമത്തിലാകുന്നു രാഘവൻ നായർ. ഈ സമയത്ത് വിഷ്ണു ജയിലരികൾക്കുള്ളിൽ കിടന്ന് അമ്മയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ആലോചിച്ച് വിഷമിക്കുമ്പോൾ ശാലിനി വിഷ്ണു ജയിലിലാണെന്ന് അറിഞ്ഞതിന്റെ വേദനയിൽ എന്താണ് ഒരു പരിഹാരമെന്നും ഇനിയും ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി പോകണോ വേണ്ടയോ എന്നതിന് ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ ശാലിനിയും ആലോചനയിൽ മുഴുകുന്നു. അപ്പോഴാണ് സത്യഭാമ രാഘവൻ നായരോട് അറിയിച്ചത്, രാഘവേട്ട, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, സത്യഭാമ ഒരു കാരണവശാലും സുസ്മിതയ്ക്ക് മുന്നിൽ തല കുലിക്കാൻ പോകുന്നില്ല, അതാരും പ്രതീക്ഷിക്കേണ്ട. അപ്പോഴേക്കും അവിടേക്ക് അർജുൻ എത്തി. എന്തായി മോനെ, വിഷ്ണുവിനെ ഏതെങ്കിലും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയോ എന്ന് ചോദിച്ചതും വിഷമത്തോടെ അർജുൻ പറഞ്ഞു, ഇല്ല സത്യാമ്മേ, അവരിതുവരെ വിഷ്ണുവിനെ ഒരു മജിസ്ട്രേറ്റിന് മുന്നിലും ഹാജരാക്കിയിട്ടില്ല. അത് മാത്രമല്ല സത്യാമ്മേ, മറ്റൊരു ബാഡ് ന്യൂസ് കൂടിയുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങൾ എല്ലായിടത്തും റെയ്ഡ് നടന്ന പോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പേഴ്സണൽ അക്കൗണ്ട് വരെ അവർ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോ പേഴ്സണൽ ആവശ്യത്തിന് പോലും നമുക്ക് പണം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സത്യാമ്മേ എന്ന് പറഞ്ഞു. ആകെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ പിള്ളാച്ചൻ ചോദിച്ചു, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ കമ്പനികളെല്ലാം റെയ്ഡ് ചെയ്തു, അതിനുശേഷം നമ്മുടെ എല്ലാം പേഴ്സണൽ അക്കൗണ്ട് കൂടി ഫ്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചതോടെ സത്യഭാമ ആകെ തകർന്നങ്ങനെ ഇരുന്നു. ഉടനെ രാഘവൻ നായർ സത്യഭാമയുടെ വിഷമം കണ്ടതും രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, താൻ ടെൻഷൻ ആവാതെ, എല്ലാം ശരിയാകുമോ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, ഇല്ല രാഘവേട്ട, തകർന്നു, എല്ലാം തകർന്നു, നമ്മുടെ കുടുംബം തകർന്നടിയുകയാണ്. ഇനി ഇതിൽ നിന്ന് ഒരു തിരിച്ചുകയറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല രാഘവേട്ട. നമ്മളെ നാല് പാടിൽ നിന്നും പരിഞ്ഞു മുറുക്കി കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് തലയുയർത്തി നിൽക്കാനാവില്ലല്ലോ എന്ന് പറഞ്ഞ് സത്യഭാമ ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോ രാഘവൻ നായർ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഭാമേ, അധർമ്മത്തിന് വിജയമുണ്ടാകുമ്പോ ധർമ്മത്തിന് മേൽ അധർമ്മം വിജയം കൈവരിക്കുമ്പോ ആ അധർമ്മത്തെ ഇല്ലാതാക്കുവാനായി സ്വയം ഞാൻ അവതരിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അവതാരപ്പിറവി തീർച്ചയായിട്ടും ഉണ്ടാകും, വരും, സ്വയം അവതരിക്കുക തന്നെ ചെയ്യും എന്ന് രാഘവൻ നായർ വളരെ ആവേശത്തോടെ പറഞ്ഞു. അതാരായിരിക്കുമെന്നറിയാതെ അങ്ങനെ ആശങ്കയിൽ എല്ലാവരും നോക്കുമ്പോൾ അന്ന് വിഷ്ണു ശാലിനിക്ക് സമ്മാനിച്ച ആ പെൻ ശാലിനി കയ്യിലെടുക്കുന്നു. ആ പേന കൊണ്ട് ശാലിനി ആ രജിസ്റ്ററിൽ സൈൻ ചെയ്തു, ശാലിനി വിഷ്ണു എന്ന പേരിൽ. അങ്ങനെ സത്യഭാമയുടെ തകർച്ചയ്ക്ക് എല്ലാത്തിനും കാരണക്കാരിയായ സുസ്മിതയ്ക്ക് തിരിച്ചടി നൽകാനായി ശാലിനി മടങ്ങിയെത്തുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ രാഘവൻ നായർ സത്യഭാമയ്ക്ക് ധൈര്യം പകർന്നു നൽകുമ്പോൾ ചന്ദ്രബോസ് സുസ്മിതയുടെ ഫോണിലേക്ക് വിളിച്ചു. സുസ്മിത കോൾ എടുത്ത് എന്താ ചിറ്റപ്പ എന്ന് ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു, എടി മോളെ, ഒരു ബാഡ് ന്യൂസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമുണ്ടായി, നമ്മുടെ ജോൺ എബ്രഹാം ഉണ്ടല്ലോ, അയാൾ തെറിച്ചു. അത് കേട്ടതോടെ സുസ്മിത ചോദിച്ചു, എന്താ എന്താ ചിറ്റപ്പൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ചിറ്റപ്പൻ കാര്യം തെളിച്ചു പറ. എടി വേറൊന്നും അല്ല, ആ ജോൺ എബ്രഹാമിനെ അഴിമതി കേസിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോ വിജിലൻസും മറ്റ് എല്ലാ ഏജൻസികളും ഇപ്പൊ തന്നെ അയാളെ ചോദ്യം ചെയ്യുകയും അയാളുടെ അക്കൗണ്ടുകളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ് എന്ന് ചന്ദ്രബോസ് പറഞ്ഞത് കേട്ട് സുസ്മിത ചോദിച്ചു, അല്ല അപ്പൊ നമ്മുടെ 3 കോടിയോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസ് പറഞ്ഞു, ആ അത് തന്നെയാണ് അയാളെ വെള്ളത്തിൽ ചാടിച്ചത്. തൽക്കാലം അല്ലറ ചില്ലറ കൈക്കൂലി വാങ്ങിച്ച് അയാൾ വളരെ ഗംഭീരമായിട്ട് അങ്ങനെ അഴിമതി നടത്തി ഭരണം കാഴ്ചവെച്ച് മുന്നോട്ട് പോയപ്പോഴല്ലേ നീ ആ 3 കോടി കൊണ്ടുപോയി അയാളുടെ അണ്ണാക്കിലേക്ക് ഇട്ടുകൊടുത്തത്, അത് തന്നെയാണ് കുഴപ്പത്തിലായത് എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ സുസ്മിത പറഞ്ഞു, അല്ല ആ 3 കോടിയോ, അതെങ്ങനെയാ ചിറ്റപ്പോ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടും, അതെ, നീ ആ 3 കോടി കൊടുത്തില്ലേ, പെട്ടെന്ന് അയാളുടെ അക്കൗണ്ടിൽ ഇത്രയും വലിയൊരു തുക വന്നതാണ് എല്ലാവർക്കും സംശയമായത്. അതുകൊണ്ട് തന്നെ അയാളുടെ അക്കൗണ്ട് എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു, ഓ ഭാഗ്യം, തൽക്കാലം നമ്മളെ പണം അയച്ചു കൊടുത്തിരിക്കുന്നത് അയാളുടെ വൈഫിന്റെ അക്കൗണ്ടിലേക്കല്ലേ എന്ന് ചോദിച്ചു. അതാടി പെണ്ണെ പ്രശ്നമായത് എന്ന് ചന്ദ്രബോസ് പറഞ്ഞു. എടി ബെസ്റ്റ്, നീ ഇതുവരെ പത്രമോ TV ഒന്നും കണ്ടില്ലേ, ന്യൂസ് ഒക്കെ ഒന്ന് വെച്ച് നോക്ക്, നീ ഈ ലോകത്തെങ്ങും അല്ലേ എന്നൊക്കെ ചന്ദ്രബോസ് ചോദിച്ചു. അതെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ എനിക്കാകെ സംശയം തോന്നുന്നു ഇതിന് പിന്നിൽ ഒത്തു നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. നീ ഇന്ന് 3 കോടി രൂപ അയാൾക്ക് നൽകിയത് ആരും ഒറ്റ കൊടുത്തിട്ടുണ്ട്. വിജിലൻസിനും മറ്റ് ഏജൻസിക്കും ഒക്കെ കൃത്യമായി അവർക്ക് മെയിൽ ചെന്നിട്ടുണ്ടായിരുന്നു അയാളുടെ പേരിൽ. അത് മാത്രമല്ല കോടതിയിൽ റിട്ടും സമർപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് എന്ന് അറിയിച്ചു. ഇതെല്ലാം കേട്ടതോടെ അപ്പോ അയാളുടെ IS പദവിയോ
ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. എടി അതല്ല ഞാൻ ഇത്ര നേരം പറഞ്ഞത്, അതെല്ലാം പോയി എന്ന് ചന്ദ്രബോസ് അറിയിച്ചു. അത് കേട്ടതോടെ ഇനിയിപ്പോ എന്ത് ചെയ്യും ചിറ്റപ്പ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചതും, എടി പാളയത്തിൽ തന്നെയാണ് പടയുള്ളത്, എനിക്ക് സംശയം വേറെ ആരെയുമല്ല നിന്റെ ഭർത്താവില്ലേ എന്ന് പറഞ്ഞതും, ആര്, ജഗദീപോ എന്ന് ചോദിച്ചു സുസ്മിത. അതെ, നിന്റെ ജഗദീപ് തന്നെ. നീ മര്യാദയ്ക്ക് എത്രയും വേഗം അവനെ നിന്റെ തലയിൽ നിന്ന് ഒഴിച്ചു വിട്ടു, അതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിലുണ്ടല്ലോ അവൻ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണ് പറയാൻ കഴിയില്ല. ഇതിലും വലിയ പ്രശ്നത്തിലായിരിക്കും നീ ചെന്ന് പെടാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അവൻ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതിന് പിന്നിൽ വലിയൊരു മാസ്റ്റർ ബ്രെയിൻ കൂടിയുണ്ട്, അത് തീർച്ചയാണ് എന്നറിയിച്ചു. അത് കേട്ടതോടെ അതാരാ, ആരാ ചിറ്റപ്പ അങ്ങനെ ഒരാള് എന്ന് സുസ്മിത അന്വേഷിച്ചു. അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു, അതാരാണെന്ന് എനിക്ക് ചെറിയൊരു ഊഹമുണ്ട്, എന്തായാലും അതിനൊരു വ്യക്തത വരട്ടെ, അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ നമ്മൾ ആലോചിക്കണ്ട എന്ന് ചന്ദ്രബോസ് അറിയിച്ചു. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, തൽക്കാലം ഇവിടെ ഇപ്പോ ജോൺ എബ്രഹാം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നപ്പോ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു, എന്നാൽ ഇനി പുതിയ കളക്ടറാ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുസ്മിത ചോദിച്ചു, എന്റെ ചിറ്റപ്പ ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, എടി മോളെ, ഇനിയും നീ കളത്തിൽ നിൽക്കണം, ഇല്ലെങ്കിലേ നമ്മൾ ഇത്രയും കളിച്ചതൊക്കെ വെറുതെ ആയി പോകും എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു, ഞാൻ ഇനി എങ്ങനെ കളിക്കാനാ, ഉണ്ടായിരുന്ന 3 CR പോയി, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്നാ ചിറ്റമ്മ പറയുന്നത്? ഇനി പെണ്ണെ, ഞാൻ എല്ലാം നിനക്ക് ഇങ്ങനെ സ്പൂണിൽ കോരി തരുന്നത് പോലെ എല്ലാം നിന്റെ വായിലോട്ട് വെച്ച് തരന്നാണ് പറയുന്നത് എന്ന് ചോദിച്ചതും, ചിറ്റപ്പ എനിക്കിപ്പോ കാര്യം മനസ്സിലായി എന്ന് സുസ്മിത അറിയിച്ചു. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, അതെ, ആ പുതിയ കളക്ടർ വരാൻ പോവുകയല്ലേ, അപ്പോ പുതിയ കളക്ടർ വന്ന് ചാർജ് എടുക്കുമ്പോ നമ്മൾ അയാളെ ഒന്ന് ഇംപ്രസ് ചെയ്യണം, നാളെ അയാൾക്കൊരു ഗംഭീര സ്വീകരണം ഒരുക്കി കൊടുക്കണം, അതാണ് വേണ്ടത്. നമ്മൾ പറയുന്ന കൂടെ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കുന്ന ഒരു കളക്ടറാക്കി മാറ്റിയെടുക്കണം അയാളെ, അതിനു വേണ്ട കാര്യമാണ് നീ ചെയ്യേണ്ടത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. സുസ്മിത പറഞ്ഞു, ശരി ചിറ്റപ്പ, നാളെ കളക്ടറേറ്റിൽ ഗംഭീര സ്വീകരണം തന്നെ നമുക്ക് ഒരുക്കാം എന്ന് പറയുമ്പോ, എന്നാ ശരി, ഇനി വരുന്ന ആളുടെ കയ്യിൽ ഇരിക്കുന്ന ഇനിയുള്ള നമ്മുടെ കാര്യങ്ങൾ. എന്തായാലും ഇപ്പോ ജഗദീപിനെ പോലെ ഒരാളെ ഉപയോഗിച്ച് നിയമവും മറ്റു കാര്യങ്ങളും കൃത്യമായി അറിയാവുന്ന ഒരേ ഒരാൾ മാത്രമാണ് ഇപ്പോ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്, അത് വേറെ ആളാകാൻ സാധ്യതയില്ല, അത് അവൾ തന്നെയാണ് എന്ന് ചന്ദ്രബോസ് സുസ്മിതയുടെ ഫോൺ കട്ടായതിനു ശേഷം ശാലിനിയെ കുറിച്ച് അങ്ങനെ ആലോചിച്ചു. ഈ സമയത്ത് പുതിയ കളക്ടറെ ചാർജ് എടുക്കുന്നതിന് വേണ്ടി കളക്ടറേറ്റിലേക്ക് പോലീസിന്റെ അകമ്പടിയോടെ കാറിൽ വന്നുകൊണ്ടിരിക്കുന്നു.